മാതൃകാ ജീവിതം. ഈയിടെ യാത്ര ചെയ്തപ്പോ ഒരു ബോർഡ് കണ്ടു, പാസ്റ്റ് കണ്ടോ എന്ന് അറിയത്തില്ല, മാതൃകാ കള്ള് ഷാപ്പ്. ബോർഡ് എഴുതിയേക്കാം, മാതൃക. എന്തോ അവിടെ മാതൃക? മര്യാദയ്ക്ക് വരിക ആണ്. എനിക്ക് മനസ്സിലാകുന്നില്ല. മാതൃക. സ്തോത്രം. പണ്ടൊരു മാതൃകാ ദമ്പതികളെ വിളിച്ചു. മാതൃകാ ദമ്പതികളെ അവർക്ക് പാരിതോഷികം കൊടുത്ത് ഹാരാർപ്പണമൊക്കെ ചെയ്തു പൂമാലയൊക്കെ ഇട്ടു. അപ്പം 50 വർഷമായിട്ട് മാതൃകാ ദമ്പതികൾ. അപ്പൊ രണ്ടുപേർക്കും എല്ലാവരും ആശംസയൊക്കെ പറഞ്ഞോണ്ട് ഇവർക്ക് രണ്ടുപേർക്കും അത് കൊടുത്ത്. പുള്ളിക്കാരൻ ആദ്യം പറഞ്ഞു, ഞാൻ 50 വർഷമായിട്ട് ഒന്നും വേണ്ടിയിട്ടില്ല. നല്ല മാതൃക. അതുകൊണ്ട് 50 വർഷം ആരോഗ്യമില്ലാതെ മുഴുവൻ കാര്യം അവളാ പറയേ പ്രവർത്തിക്കുകയും. എനിക്ക് യാതൊരു പറഞ്ഞ പോലെ തന്നെ വോയിസ് ഒരു ഇംഗ്ലീഷ് ഇരിക്കട്ടെ. അതല്ല മാതൃക. ഭർത്താവ് ഭർത്താവ്, ഭാര്യ ഭാര്യ, ഭാര്യ ഭർത്താവിന് കീഴ്പ്പെടണം. അത് കർത്താവിന് വിരുദ്ധമാകും വണ്ണം. ഭർത്താവ് ഭാര്യയെ സ്നേഹിക്കണം. ബലഹീന മാത്രമേ ബഹുമാനോ. അങ്ങനെ ജീവിക്കുന്നതാ മാതൃക. അല്ലാതെ 50 വർഷമായിട്ട് മിണ്ടുന്നില്ല. അതാണ് മാതൃക. ഭർത്താവ് ഭാര്യയെ സംരക്ഷിച്ച് പോറ്റി പുലർത്തി ബലഹീന മാത്രം അതുകൊണ്ട് ബഹുമാനം കൊടുക്കുമ്പോൾ ഭാര്യ കർത്താവ് ഉചിതമാകും വണ്ണം കീഴടങ്ങി ബഹുമാനിച്ച് സ്നേഹിച്ച് ശുശ്രൂഷിച്ച് അങ്ങനെ 50 വർഷം തയ്ച്ച് അത് മാതൃകയാണ്. അല്ല 50 കൊല്ലമായിട്ട് പുള്ളിയിൽ അക്ഷരം മിണ്ടിയിട്ടില്ല. അത് മാതൃകയാണെന്ന് അംഗീകരിക്കണം. സ്തോത്രം. അപ്പൊ ഈ തെസലോനിക്ക വിശ്വാസികളുടെ വിശേഷത, ഒന്ന്, ഇവരുടെ വിശ്വാസം വിശ്വപ്രസിദ്ധം. 2, ഇവരെല്ലാവർക്കും, എന്നെ കേൾക്കുന്ന സകല ദൈവമക്കളോടും പറയാ, അവൻ ദൈവമക്കളെ എല്ലാത്തിനും മാതൃകയായിരിക്കണം. ആരാധന മാത്രമല്ല മാതൃക, ജീവിതത്തിന്റെ എല്ലാ വശങ്ങളിലും മാതൃക. ആരാധനയിൽ ഞാൻ ഭാഗത്ത് പിന്നെ വരുന്നുണ്ട്. സ്വഭാവത്തിൽ മാതൃക, സംസാരത്തിൽ മാതൃക, വസ്ത്രധാരണത്തിൽ മാതൃക, കുടുംബജീവിതത്തിൽ മാതൃക, സമൂഹമായിട്ട് ഇടപെടുമ്പോൾ മാതൃക, ചന്തയിൽ ചെന്നാലും മാതൃക, പള്ളി ചെന്നാലും മാതൃക, ജോലി ചെയ്യുന്ന സ്ഥാപനത്തിൽ അവിടെ മാതൃക. വേണ്ടേ? എല്ലാത്തിലും മാതൃക വേണം. അപ്പൊ ശ്രദ്ധിക്കുക, എല്ലാ കാര്യത്തിലും മാതൃക ഉണ്ടായിരിക്കണം. സ്തോത്രം. ഇപ്പൊ മാതൃക ഒന്നും പറയാൻ പറ്റാത്ത കാലമാണ്. ആരാധനയ്ക്ക് വരുന്നത് പോലെ ഒരു മാതൃക. തോന്നുമ്പം വരിക, തോന്നിയതുപോലെ വരിക, തോന്നിയതുപോലെ ഇരിക്കുക, തോന്നുന്ന വസ്ത്രം ധരിക്കുക. പാസ്റ്റർമാർക്കൊന്നും മിണ്ടാൻ പോലും അതുങ്ങളും ഇതെല്ലാം കണ്ട എന്നാ ചെയ്യാൻ. അപ്പൊ പാസ്റ്റർ പറഞ്ഞു, നിങ്ങളൊന്നും മിണ്ടുവൊന്നും വേണ്ട, അങ്ങനെയും മല്ലച്ചാതി 3 കൊല്ലം നിങ്ങൾ എല്ലാവരും പുനൂടിപ്പിക്കാൻ നടക്കാം, നിങ്ങളെ അവിടെ അങ്ങനെ മര്യാദക്കിരുന്നാണ്. കൊടുക്കോ കൊടുക്കാതിരിക്കോ? മിണ്ടാനൊക്കത്തില്ല. ലോക്കലി മിണ്ടി ഉടനെ വിശ്വാസി കേന്ദ്രത്തിലോട്ട് വിളിച്ചു പറയും. കേന്ദ്രത്തിരിക്കുന്നവർ നിജസ്ഥിതി അന്വേഷിച്ചിട്ടല്ലല്ലോ തീരുമാനം എടുക്കുന്നേ. അല്ലല്ലോ. എന്നാ എന്ത് കാരണം? ഉടനെ തങ്കച്ചനെ ട്രാൻസ്ഫർ എങ്ങോട്ടാ? ബേഡെടുക്ക, കാസർഗോഡ്. ഈ സാമാനമെല്ലാം മരിച്ചു പറക്കി എന്നെ കേൾക്ക. അവരെ കണ്ട് നീ പടി. 6ാമത്തെ വാക്ക് വായിച്ചേ മോളെ. ബഹുകഷ്ടം സഹിക്കേണ്ടി വന്നിട്ടും കഷ്ടം സഹിക്കേണ്ടി വന്നിട്ടും നിങ്ങൾ പരിശുദ്ധാത്മാവിന്റെ സന്തോഷത്തോടെ വചനം കൈക്കൊണ്ടാ മതി. അതൊരു നല്ല മാതൃക.
ബഹുകഷ്ടം സഹിക്കേണ്ടി വന്നിട്ടും ഇവർ പരിശുദ്ധാത്മാവിന്റെ സന്തോഷത്തോടെ ദൈവത്തിന്റെ വചനം കൈക്കൊണ്ടു. അത് നല്ല മാതൃകയാ. ഇവിടെ കൂടിയിരിക്കുന്ന പലർക്കും പലവിധ പ്രശ്നങ്ങളുള്ളവരാ. കടഭാരമുള്ളവർ ഇവിടെ കാണും, കുഞ്ഞുങ്ങളുടെ വിഷയത്തിൽ ഞരങ്ങുന്നവർ കാണും, കുടുംബജീവിതത്തിൽ പാളിച്ചകൾ വന്ന് ചിലപ്പോൾ കണ്ടെന്ന് വരാം, വിദ്യാഭ്യാസം ഓർത്ത് ഞരങ്ങുന്നവർ കാണാം, ജോലിയില്ലാതെ ഭാരപ്പെടുന്നവർ കാണാം, വിദേശത്ത് കുഞ്ഞുങ്ങളുണ്ടാകും, ജോലി നഷ്ടപ്പെട്ടവർ കാണും, സാലറി കിട്ടാതെ കാണും തന്നെ താൻ കടിച്ചമർത്തുന്നവര് കാണും. അയ്യോ, ഇത് പറഞ്ഞാൽ എനിക്കും വീട്ടുകാർക്ക് നാണക്കേടാ, ഞങ്ങളുടെ പുള്ളിക്ക് ക്ഷീണമാ, അല്ലെ അവർക്ക് ക്ഷീണമാ, പിള്ളേർക്ക് പോട്ടെ, തന്നെ താൻ കടിച്ചമർത്തുന്നവര് കാണും. ഇവിടെ ഇരിക്കുന്ന എല്ലാവർക്കും പ്രശ്നങ്ങളുള്ളവരാ. നിങ്ങളോർക്കുന്ന ഉപദേശമാരാകുന്ന ഞങ്ങൾക്ക് 7 പേർക്ക് പ്രശ്നമില്ല, 7 ഞങ്ങൾക്ക് പ്രശ്നമില്ലെന്ന്. ഞങ്ങൾക്കാ കൂടുതൽ പ്രശ്നം, പിന്നെ ഞങ്ങൾ മിണ്ടുന്നില്ലെന്ന്. കുഞ്ഞുങ്ങൾക്ക് പ്രശ്നമില്ലേ? പ്രശ്നങ്ങളാണ്, നമുക്ക് പ്രശ്നമില്ല. പറയും ബുദ്ധിമുട്ടുകളും കഷ്ടങ്ങളും ഞെരുക്കങ്ങളൊക്കെ എല്ലാവർക്കും ഉണ്ട്. പക്ഷെ തെസലോനിക്കരുടെ ഒരു വിശേഷത, വേഗം കൈക്കൊള്ളും. നല്ല മാതൃകയാ. നിനക്ക് രോഗം മൂർച്ഛിച്ചായി ഇരിക്കുന്നത് വന്നതും അങ്ങനെ, പക്ഷെ വചനം കേൾക്കുമ്പോ സന്തോഷിച്ചോണം. പലവിധ പ്രശ്നങ്ങളുടെ നടുവിലാണ് നീ കടന്നു പോകുന്നത്, പക്ഷെ വചനം കേൾക്കുമ്പോൾ നൃത്തം ചെയ്തോണം. ഇത് തേനിലും തേൻകട്ടയിലും മധുരമുള്ള ദൈവവചനമാ. ഇത് അല്പബുദ്ധിയെ ജ്ഞാനിയാക്കുന്ന വചനമാ. ഇത് ഉലകിലേക്ക് ശുദ്ധി ചെയ്ത വചനമാ. ഇത് അതിവേഗത്തിൽ ഓടുന്ന വചനമാ. ഇത് നിന്നെ സൗഖ്യമാക്കുന്ന വചനമാ. ദൈവത്തിന് മഹത്വം. നിന്റെ പ്രശ്നങ്ങൾക്ക് തീർപ്പ് തരുവാൻ, നിന്റെ വിതകൾക്ക് അറിവ് വരുത്തുവാൻ, നീ അനുഭവിക്കുന്ന പ്രശ്നങ്ങൾക്ക് പരിഹാരമുണ്ടാക്കി തരുവാൻ ദൈവം വിശ്വസ്തൻ. ദൈവത്തിന്റെ മഹത്വം, 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 ദൈവത്തിന്റെ മഹത്വം. ഹല്ലേലൂയ. ഈ സാക്ഷാത്കാരം കേട്ട് എന്റെ ഭാഷ പറഞ്ഞ മഞ്ഞുരുകി പോകുന്നത് പോലെ നിന്റെ പ്രശ്നം മാറും. സന്തോഷത്തോടെ നല്ല സന്തോഷം. പ്രശ്നങ്ങളൊക്കെ ഒത്തിരി ഉണ്ട് എല്ലാവർക്കും, പക്ഷെ ഈ തെസലോനിക്കരുടെ ക്വാളിറ്റി, കഷ്ടങ്ങളൊക്കെ ഒത്തിരി ഉണ്ടല്ലോ. ദൈവസന്നിധി വന്നു കഴിയുമ്പോൾ മട്ടങ്ങ് മാറും. ഉപദേശമാര് പ്രസംഗിക്കുമ്പോ സന്തോഷത്തോടെ. ഇനി മറുവശം, ഉപദേശമാരെങ്ങനെയാ പ്രസംഗിക്കണ്ടേ? 5-ാം വാക്യം വായിച്ചേ മോളെ. ഞങ്ങളുടെ സുവിശേഷം മാത്രമല്ല, വാക്യം മാത്രം പറയല്ല, പിന്നെയോ ശക്തിയോടും ഇങ്ങനെ പ്രസംഗിക്കണ്ടേ? ശക്തിയോടും പരിശുദ്ധാത്മാവോടും ബഹുനിശ്ചയം. ഇപ്പൊ ഞാൻ ഇന്നാണ് കഴിഞ്ഞ ദിവസം പറഞ്ഞു, ഇപ്പം പാസ്റ്റർമാരാകുന്നൊന്നും ബൈബിൾ സ്കൂളിലൊന്നും പോകണ്ട. ബൈബിൾ സ്കൂളില് പേർഷ്യയിലും അമേരിക്കയിലും ഒക്കെ ജോലി ചെയ്യുന്ന അമേരിക്കക്കാർ ഇങ്ങോട്ട് വരുന്നില്ല അധികം. പേർഷ്യയിലൊക്കെ ജോലി ചെയ്ത് വരും, കുറച്ച് നാൾ അവിടെ ഇരുന്ന് പിന്നെ ജോലിയെല്ലാം അറബി തള്ളി വിട്ടു. ഇനി പോടാന്ന് പറഞ്ഞു. നീ നാൾ വന്നിട്ട് അല്ല, ഞാൻ തമാശയായിട്ട് പറഞ്ഞതല്ല. പിന്നെ ഇവിടെ വന്ന ഉടനെ പാസ്റ്റർ ആകുന്ന ചില ബിരുദന്മാരുണ്ട്. നേതാക്കന്മാർക്ക് കാശ് കൊടുത്ത ഓർഡിനേഷനും പ്ലെയിനെ വെച്ച് ഓർഡിനേഷൻ കൊടുക്കും. അപ്പൊ ഇവിടെ കൊച്ചിലെ സുവിശേഷ വേലയ്ക്ക് സമർപ്പിച്ച് ബൈബിൾ സ്കൂളിൽ പോയി 3-4 കൊല്ലം പഠിച്ച് ഏതൊരു മിഷൻ സ്റ്റേഷൻ എടുത്ത്, അല്ലെ സീനിയർ പാസ്റ്ററുടെ കൂടെ പുള്ളിയുടെ ബാഗും ഒക്കെ, അത് തെറ്റൊന്നുമല്ല, നല്ല കാര്യമാണ്. മോശയുടെ കൈക്ക് വെള്ളം ഒഴിച്ച യോശുവല്ലേ. ഈയിടെ ഞാൻ ബഹുമാനപ്പെട്ട കുഞ്ഞാപ്പി ചായനോട് സംസാരിച്ചു. ഞങ്ങൾ ഇപ്പൊ നമ്മുടെ IPC ചെറിയ ചായന എന്നോട് പറഞ്ഞു, ഞാൻ 20 കൊല്ലം ഉണ്ണുണ്ണി സാറിന്റെ കൂടായിരുന്നെന്ന്. 20 കൊല്ലം സാറപ്പച്ചന്റെ കൂടെ സന്തത സഹചാരിയായിട്ട്. അത് കഴിഞ്ഞ ശുശ്രൂഷയിലോട്ട് അവര് തിളങ്ങി വരിക, തിളങ്ങിയല്ലോ.
മല്ലപ്പള്ളി പൊടിക്കുഞ്ഞപ്പച്ചൻ സാറിന്റെ അരുമ ശിഷ്യനല്ലായിരുന്നു. സീനിയർ പാസ്റ്റേഴ്സിന്റെ കൂടെ സന്തത സഹചാരിയ. ചിലപ്പോൾ അവരുടെ ബാഗ് എടുത്തു കൊടുക്കണം, അവരുടെ ജിബ ചിലപ്പോൾ തേച്ച് കൊടുക്കണം. അതൊക്കെ അത് തെറ്റൊന്നുമല്ല കേട്ടോ. ഇപ്പൊ കോളർ ഉടയാത്ത പാസ്റ്റർമാരാ. ആട്ടെ, കൈ തരാൻ പോലും എന്താ ബ്രദറിന്റെ എന്നാണ് ചുമ്മാ. ഇവിടെ ചെറുപ്പം മുതലേ വേലക്കിറങ്ങി ബൈബിൾ സ്കൂളിലും പഠിച്ച് സീനിയർ ശുശ്രൂഷകന്മാരുടെ കൂടെ നടന്ന് മിഷൻ സ്റ്റേഷനിലും പോയി പരസ്യോഗം നടത്തി അത് തെറ്റൊന്നുമല്ല, നല്ല കാര്യമാണ്. ലേഖലേഖം കൊടുത്ത് ഉപവാസ പ്രാർത്ഥനയ്ക്കും കൂടി നേരത്തെ കണ്ട് പായി വിട്ട് കസേര അടുക്കിയിട്ട്, പഴയ മാസ്റ്റർമാരൊക്കെ അങ്ങനെയാ, കസേര എടുത്തിട്ട് പായുമൊക്കെ ഇട്ട് വലിയ മാസ്റ്റർ വരുമ്പോൾ ചിലപ്പം വെള്ളമൊക്കെ എടുത്ത്, അതൊന്നും തെറ്റൊന്നുമല്ല, ചെയ്യുന്നത് അനുഗ്രഹം തന്നെ. എന്നാ ഇപ്പൊ ചിലർ വേലക്കിറങ്ങുന്നത് ഒരു അല്ലലും അതും പാസ്റ്റ. ഞാൻ അങ്ങനെയുള്ളവരെ പാസ്റ്റർ എന്നൊന്നും വിളിക്കുകയല്ല. ഞാൻ പിന്നെ ഉടക്കാതിരിക്കാം. ഞാൻ മോനെ എന്നാ ഉണ്ട് വിശേഷം, പിന്നെ പാസ്റ്റർ എന്ന് വിളിച്ചാൽ പിന്നെ പാസ്റ്റർ എന്നെ വിളിക്കണം. ഇവന് വചനം അറിയാൻ മേല, ഉപദേശം എന്നാന്ന് അറിയാൻ മേല. ആകെ 3 പാട്ടും കയ്യിലിരിപ്പുണ്ട്. അത്ഭുതം യേശുവിൻ നാമം അതൊന്ന്. രണ്ടാമത്തെ പാട്ടാ പാടി പൂക ലൈലാൻഡിന്റെ വണ്ടി കയറി വരുന്നത് പോലെ. പുസ്തകം തിട്ടമില്ല. ഉൽപ്പത്തി മുതൽ വെളിപ്പാട് വരെ ഇപ്പോഴത്തെ പാസ്റ്റർമാർ ചിലരോട് പറഞ്ഞ ഇറ വരയ്ക്കും ചിലക്ക് തിട്ടമുണ്ട്. നഹു ഒക്കെ വരുമ്പോ കിടന്ന് വെള്ളം കുടിക്കുന്നത് ഞാൻ കണ്ടിട്ടുണ്ട്. നഹുവും കഴിഞ്ഞാന്നോ ഹക്കായി, അതോ ഹക്കായിക്ക് മുമ്പാന്നോ? പോട്ടെ. പണ്ടെടുത്ത പുസ്തകം 1 പത്രോസ് 2 പത്രോസ് 1 യോഹന്നാൻ 2 യോഹന്നാൻ 3 യോഹന്നാൻ 4 യോഹന്നാൻ. പണ്ട് ഞങ്ങളുടെ പഴയ ഒരു സഭ ഒരു അമ്മച്ചി എഴുന്നേറ്റ് സാക്ഷി പറഞ്ഞു. ഞങ്ങൾക്കൊരു സാഹിത്യ കൂടാരം ഉണ്ടായിരുന്നു. പഴയ വചനം 6 പൊക്കോ ഇതുപോലെ കിപ്പായി വെക്കണം. നല്ല നല്ല ഭാഷാപ്രയോഗമാണ്. പുള്ളി സഭായം നടത്തുമ്പോഴാ. ഒരുപ്രായമുള്ള അമ്മ വലിയ ബോധമൊന്നുമില്ല. അമ്മ എഴുന്നേറ്റ് പറഞ്ഞു 151 സങ്കീർത്തനം 8-ാം വാക്യം. ഉടനെ പുള്ളി പറഞ്ഞു അത് ശാശ പണിതുകൊണ്ടിരിക്കുക എന്ന് പറഞ്ഞു. കാരണം 150 വരെ അത് അപ്പന് നല്ല തിട്ടവാ. അല്ല എഴുന്നേറ്റ് പറഞ്ഞു 151 സങ്കീർത്തനം. അവിടെ പുള്ളി അമ്മനം പറഞ്ഞു അത് ശാശ പണിതുകൊണ്ടിരിക്കുക, അവിടെ ഇരുന്നാട്ടെന്ന് പറഞ്ഞു. ഇന്നത്തെ മോഡേൺ ഉപദേശം അന്ന് പറയും അവൻ തപ്പ് 151. എന്നുവെച്ചാൽ അടുത്തിരിക്കുന്ന പിള്ളേ എവിടാ 150 ഉള്ളല്ലോ, തിട്ടമില്ലല്ലോ. വചനത്തിൽ തിട്ടം വേണം. അപ്പൊ തെസലോനിക്കരുടെ ക്വാളിറ്റി വേഗകഷ്ടം ശ്രദ്ധിക്കേണ്ടി വന്നിട്ട് സുൽത്താന്മാരുടെ സന്തോഷത്തോടെ വചനം കേൾക്കുക. അപ്പൊ ഈ വചനം പറയുന്നവരെങ്ങനെയാന്ന് 5-ാം വാക്യം വായിക്കും മോളെ. 5 ഞങ്ങൾ സുവിശേഷം വചനമായി മാത്രമല്ല, വാക്യം മാത്രം പറയല്ല, കണ്ടോ ഒന്ന് ശക്തിയുണ്ട്. ഇത് ചിലര് പറഞ്ഞ ഒരു ശക്തി ഇല്ല. നമ്മ ഉള്ളവന്റെ ശക്തിയും കൂടെ പോകും. അവൻ ഇച്ചിരി ശക്തിയായിട്ടാവാന്ന ഇയാടെ ശക്തിയും പരിശുദ്ധ അഭിഷേകം പ്രാപിച്ചിട്ടില്ല ചിലത്. വിശ്വാസവും ഇല്ല ചിലർക്ക്. ഉണ്ടോ ഇല്ലയോ എന്ന് ഇപ്പോഴും നിന്നു. എനിക്കും തോന്നി നിന്നെന്ന് ഈ ജയജയക്കാരരുത് കൊടുക്കരുത്. അങ്ങനെയുള്ളവർ കൊടുക്കരുത്. ഇത് വിശ്വസിക്കാത്തവന് കൊടുക്കരുത്. നമ്മുടെ സഭയ്ക്കകത്ത് വെളിയിലൊക്കെ എന്ന് പറഞ്ഞോട്ടെ. അവനിത് വിശ്വാസം ഇല്ലാത്തവനാ. വിശ്വാസം ഇല്ലാത്ത മോളെ കെട്ടിച്ചും വിട്ടു വിശ്വാസം ഇല്ലാത്തതിന്റെ കൂടെ. ഏത് വിശ്വാസം? അത് വിശ്വാസമില്ലാത്തതിന്റെ കൂടെ മോളെ കേട്ടു. അതിന് പറഞ്ഞ
സ്തോത്രം. ഞങ്ങളുടെ സുവിശേഷം വചനം കുറെ വാക്യം മാത്രം പറയല്ല, ശക്തിയോടും പരിശുദ്ധാത്മാവോടും ബഹുനിശ്ചയം. നല്ല നിശ്ചയം ഉണ്ടായിരിക്കണം. ചിലർക്ക് മറവി വരും, അങ്ങനെയുള്ളവരൊന്ന് കുറിച്ച് വെച്ചേക്കണം. അത് തെറ്റൊന്നുമല്ല. ചില പറയണ്ടോ ആ പാസ്റ്റർ എല്ലാം കുറിച്ച് വെക്കുന്ന നല്ലതല്ലേ, ഊളത്തരം പറയാതിരിക്കുമല്ലോ. അല്ല പിന്നെ തള്ള പറഞ്ഞ പോലെ 151 എടുക്കാൻ പറയും. എല്ലാവർക്കും ഓർമ്മ ഒരുപോലെ അല്ല. ഓർമ്മയില്ലാത്തവര് കുറിച്ച് വെക്കണം. അത് ഒന്നും തെറ്റൊന്നുമല്ല. കുറിച്ച് വെക്കണം. കുറിച്ച് വെച്ചിട്ട് പറയണം. നിങ്ങൾ ഓർക്കുന്ന കുറിച്ച് വെക്കാത്തതെല്ലാം വേറെ ഇതാണ്. ഈ ഓർമ്മയുള്ളവര് കുറിച്ച് വെക്കുന്നില്ല, ഓർമ്മയില്ലാത്തവര് അങ്ങനെ ശുശ്രൂഷ. ചില വിശ്വാസം ഞങ്ങളുടെ പാസ്റ്റർ എല്ലാം കുറിപ്പായി. അങ്ങാടി മരുന്നൊന്നും അല്ലല്ലോ കുറിച്ചത്, ബാക്കിയല്ലേ. എന്തായാലും കൊള്ളാം, നിശ്ചയം ഉണ്ടായിരിക്കണം, തിട്ടമുണ്ടായിരിക്കണം വചനത്തെ. അപ്പൊ ഞങ്ങളുടെ സുവിശേഷം കുറെ വാക്യം മാത്രം പറയല്ല, ശക്തിയോട്